വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഇന്ന് ഗുരുവായൂർ പോയാലോ എന്നുള്ളൊരു തോട്ട് വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, വീട്ടുകാരേനെയൊക്കെ കൂട്ടിയിട്ട് നേരെ 8 മണിക്കുള്ള ബസ്സിന് നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് അരമണിക്കൂറൊക്കെ കൂടുമ്പോൾ ഗുരുവായൂർക്ക് നേരിട്ടിട്ട് ബസ്സുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് യാത്ര ചെയ്യാൻ നല്ല രസമാണ്. ഏകദേശം നമ്മൾ 1 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ. ഏകദേശം ഒരു 3 മാസത്തോളമായിട്ടുണ്ടാവും ഗുരുവായൂർ പോയിട്ട്. നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധിയോടെ വേണം നമ്മൾ അവിടെ ചെല്ലാനായിട്ട്. അങ്ങനെ അതാ ഏകദേശം ഇവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴൊന്നും നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് രാത്രി പോകുന്നത് എന്തായാലും അവിടെ സ്റ്റേ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കിഴക്കേ നടയിലാണ് കേട്ടോ ഇറങ്ങിയത്. നേരെ പിന്നെ അമ്പലത്തേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. നല്ല എന്തോ ഭരതനാട്യമോ മോഹിനിയാട്ടോ അങ്ങനെ എന്തോ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്നെന്തായാലും നടക്കിൽ പോയി തൊഴുന്നില്ല, ജസ്റ്റ് ഒന്ന് തൊഴുതു പോയിട്ട് നാളെയാണ് നല്ല രീതിക്ക് തൊഴുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ഒരു റൂം സെറ്റാക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. റൂം നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. പിന്നെ ബുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു സ്ട്രീറ്റിലൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ ഈ രാത്രിയിൽ മുല്ലപ്പൂവും താമരപ്പൂവും പിന്നെ തുളസിമാലയൊക്കെ കിട്ടുന്ന ഈ ഒരു കാഴ്ച അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഗുരുവായൂർ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ഓരോ സ്ട്രീറ്റുകൾ. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാവിലെ വരെ നല്ല തിരക്കായിരിക്കും. 3 മണിക്കാണ് നമ്മുടെ നിർമ്മാല്യം തുടങ്ങുക കേട്ടോ. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ടുള്ള ക്യൂ ഒക്കെ അവിടെ കാണുന്നുണ്ട്. നമ്മളെന്തായാലും 3 മണിക്കൊന്നും നീക്കുന്നില്ല. ഏകദേശം കുറച്ച് നേരത്തെ നീച്ചിട്ട് അമ്പലത്തിൽ പോയി തൊഴാന്ന് മാത്രമാണ്. ഉള്ളിലേക്ക് കടക്കാൻ പറ്റുമോ അറിയില്ല. തിരക്കാണെന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് വയ്ക്കുന്ന പോലെ നമുക്ക് തൊഴുതിട്ട് പോരാം. അങ്ങനെ നമ്മൾ സിസ്റ്ററാണ് പറഞ്ഞത് ഇവിടെ ഡോർമെട്രിയിൽ സ്റ്റേ ചെയ്താലോ എന്നുള്ളത്. ഞാനിതുവരെ ഡോർമെട്രിയിൽ സ്റ്റേ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നമ്മുടെ റൂമിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഇവിടെ ഒരുപാട് കടകൾ ഓപ്പൺ ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ഫാൻസി ഐറ്റംസും പിന്നെ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ. ഈ ഗുരുവായൂർ ഒരു പ്രത്യേക വൈബാണല്ലോ ഇവിടെ വരുമ്പോൾ. അങ്ങനെ നമ്മളിതാ ഇവിടെ വീണ്ടും അമ്പലത്തിൻ്റെ ഈ ഒരു സൈഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. നടന്നിട്ട് രാത്രിയിലുള്ള ഈ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വൈകുന്നേരം തന്നെ നമ്മളിവിടെ എത്തിയത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. ഇവിടെ ഏകദേശം ചാർജ് വരുന്നത് 3 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 500 രൂപയുടെ താഴെ തന്നെ ചാർജ് വരുന്നുള്ളൂ കേട്ടോ. ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ള രാത്രി കാഴ്ചകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റിൽ നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അതിനൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ. ഇനി ഞാൻ കൂടുതൽ വൈകിപ്പിക്കുന്നില്ല. ഇനി വേഗം പോയി കിടന്നുറങ്ങട്ടെ. ബാക്കി ഗുരുവായൂർ വിശേഷങ്ങൾ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണിക്കാം. അപ്പോൾ ബൈ.